നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മീഡിയേഷനെ കുറിച്ചാണ്. മീഡിയേഷൻ എന്ന് പലരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് മീഡിയേഷൻ എന്നും ആ മീഡിയേഷൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ കോടതികളിൽ പോകുന്ന ആൾക്കാർക്ക് മീഡിയേഷനെ കുറിച്ച് അറിയാം. അപ്പോൾ ഈ മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കേസുകൾ ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ, പ്രത്യേകിച്ചും സിവിൽ കേസുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കുടുംബ കേസുകൾ, കുടുംബ കോടതിയിലുള്ള കേസുകൾ, ഇതൊക്കെ ഹർജിക്കക്ഷിയെയും എതിർകക്ഷിയെയും അല്ലെങ്കിൽ വാദിയെയും പ്രതിയെയും ഒരു മീഡിയേറ്റർ വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മീഡിയേഷൻ മുഖേന ഒരു കേസ് തീർപ്പാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് സമയലാഭമാണ്. ഒരു കോടതിയിൽ കേസ് കൊടുത്തത് അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒരു വിധി ഉണ്ടാവണമെങ്കിൽ വർഷങ്ങളോളം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ മീഡിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 പോസ്റ്റിങ്ങിലൂടെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു മീഡിയേറ്റർ മനസ്സിലാക്കി അത് ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ മീഡിയേഷൻ അവിടെ വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ ആ മീഡിയേഷനകത്ത് പങ്കെടുക്കുന്നത് 2 കക്ഷികളാണ്, വാദിഭാഗവും പ്രതിഭാഗവും, വാദിയും പ്രതിയും. അവരെ ഇരുത്തിക്കൊണ്ടാണ് ഒരു മീഡിയേറ്റർ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി മനസ്സിലാക്കി അതിനൊരു പരിഹാരം അവരെ കൊണ്ട് തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് അത് തീർപ്പാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് മീഡിയേറ്റർ എഴുതും. ആ മീഡിയേറ്റർ എഗ്രിമെൻ്റ് രണ്ടുപേരുടെയും ആഗ്രഹം അനുസരിച്ച് ഒരു എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ 2 കക്ഷികളും അതിൽ ഒപ്പിടും. ഒപ്പിട്ട ശേഷം 2 കക്ഷികൾക്കും വക്കീലുണ്ടാവുമല്ലോ, ആ 2 വക്കീലന്മാരും അതിനകത്ത് ഒപ്പിടും. അതിനുശേഷം മീഡിയേറ്റർ അത് ഒപ്പിടും. പിന്നീട് അത് കോടതിക്ക് അയച്ചു കൊടുക്കും. കോടതിക്ക് അയച്ചു കൊടുത്താൽ ഈ എഴുതി വച്ചിരിക്കുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഓർഡർ പാസ്സാക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 പേരും ജയിക്കുകയാണ്. ഇവിടെ ആരും തോൽക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ മീഡിയേഷൻ മുഖേന തീർപ്പാക്കിയ ഒരു കേസിൽ പിന്നെ ആർക്കും അപ്പീൽ പോകാൻ പറ്റത്തില്ല. കാര്യം 2 പേരും കൂടെ ചേർന്ന് തീർപ്പ് കൽപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അപ്പീലില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് 2 പേരും വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഈ മീഡിയേറ്റർ ആരാണ്? മീഡിയേറ്റർ എന്ന് പറയുന്നത് കോടതികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് മീഡിയേറ്റർ. ഈ അഡ്വക്കേറ്റിനെ ട്രെയിനിങ് കൊടുത്ത് മീഡിയേറ്ററായിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസുകൾ മീഡിയേറ്റർ മുമ്പിലേക്ക് പോകുന്നത്. ഇനി മീഡിയേഷൻ പരാജയപ്പെടുകയാണെങ്കിലോ വീണ്ടും കോടതിയുടെ മുമ്പിലേക്ക് വരും. എന്നിട്ട് കോടതി നടപടിക്രമം അനുസരിച്ച് ആ കേസ് മുന്നോട്ട് പോകും. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന മീഡിയേറ്റർമാർ, പല രീതിയിലുള്ള മീഡിയേറ്റർമാരുണ്ട്. ചില കഴിവുള്ള മീഡിയേറ്റേഴ്സ് ഉണ്ട്. അവരൊരു കേസ് കിട്ടിയാൽ അവരത് നല്ല രീതിയിൽ 2 കക്ഷികളെയും ഇരുത്തി സംസാരിച്ച് അത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഈ കേസിൻ്റെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കി 2 പേരെയും കയ്യിലെടുത്തിട്ട് മീഡിയേറ്റർ ആ കേസ് തീർക്കാറുണ്ട്. എന്നാൽ വേറെ ചില മീഡിയേറ്റേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കക്ഷികൾ തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ എന്ന് വിചാരിക്കുന്ന ചില മീഡിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ കക്ഷികളെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി 2 പേർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മീഡിയേറ്റേഴ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ഇവർക്ക് ട്രെയിനിങ് കൊടുത്താണ് ഇവർ ഈ മീഡിയേഷൻ പ്രോസസ്സിലേക്ക് അവർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കോടതിയിൽ ഒരു കേസുമായിട്ട് പോകുമ്പോൾ മീഡിയേഷന് നമ്മൾ വെക്കണം. ആ കേസ് മീഡിയേഷന് വെച്ചുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അല്പം വിട്ടുവീഴ്ച, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. ഇവിടെ കള്ളത്തരങ്ങളൊന്നും പറയാൻ പാടില്ല. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുക.
അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു സംശയം വരും. സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മീഡിയേഷൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കോടതി ഇത് തെളിവായിട്ട് എടുക്കുമോ എന്നൊരു ചിന്ത നമുക്ക് വരും. ഒരിക്കലും അങ്ങനെയില്ല. മീഡിയേഷൻ എന്ത് പറയുന്ന കാര്യങ്ങളും അത് അവിടെ കൊണ്ട് അവസാനിക്കും. നമ്മൾ കോടതിയിൽ ചെല്ലുമ്പോൾ മീഡിയേഷനകത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ജഡ്ജിമാർ കേൾക്കില്ല. അത് മീഡിയേഷനകത്തുള്ള നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് അവിടെ രണ്ടു പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ കോടതികളിൽ മീഡിയേഷന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മീഡിയേഷന് പങ്കെടുക്കണം. കൃത്യസമയത്ത് ആ മീഡിയേഷൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയലാഭം ഉണ്ടാകും, സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പോൾ മീഡിയേഷനെ കുറിച്ച് ഒരു ഐഡിയ അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.